Dear students, today we can learn Bolzano-Weierstrass theorem for sequences. Bolzano-Weierstrass theorem for sequences. Very important theorem. Theorem states that a bounded sequence of real numbers has a convergent subsequence. Bolzano-Weierstrass theorem for sequences states that if a sequence is bounded, sequence of real numbers is bounded, then it has a convergent sequences. The bounded implies convergent subsequence ഉണ്ടാവുന്നതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ എന്താണ്, ഒറിജിനൽ സീക്വൻസ് ബൗണ്ടഡ് ആണെങ്കിൽ ഇറ്റ് ഹാസ് എ കൺവെർജന്റ് സബ്സീക്വൻസ് ഉണ്ട് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് ഒരു ബൗണ്ടഡ് ആയിട്ടുള്ള സീക്വൻസ് എടുക്കാം ആദ്യം. അപ്പോൾ ലെറ്റ് എക്സ് ഈക്വൽ ടു സീക്വൻസ് എക്സ് എൻ ബി എ bounded sequence of real numbers. അപ്പോൾ നമുക്ക് എന്താ പ്രൂവ് ചെയ്യാനുള്ളത്, ഇതിനൊരു കൺവെർജന്റ് സബ്സീക്വൻസ്, ഇതിനൊരു സബ്സീക്വൻസ് ഉണ്ടാവും, അത് കൺവെർജന്റ് ആയിരിക്കും എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ഇതൊരു ബൗണ്ടഡ് സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണെങ്കിൽ മോണോട്ടോൺ സബ്സീക്വൻസ് തിയറം നമ്മൾ മുമ്പ് പഠിച്ച മോണോട്ടോൺ സബ്സീക്വൻസ് തിയറം എന്താ പറയുന്നത്, ഏതൊരു സീക്വൻസ് എടുത്താലും അതിന് ഒരു സബ്സീക്വൻസ് ഉണ്ടായിരിക്കും, ആ സബ്സീക്വൻസ് മോണോട്ടോൺ ആയിരിക്കും. എന്താണ്, ഏതൊരു സീക്വൻസിനും ഒരു സബ്സീക്വൻസ് ഉണ്ടാവും, ആ സബ്സീക്വൻസ് ഐദർ മോണോട്ടോണിക് ഇൻക്രീസിങ് ഓർ മോണോട്ടോണിക് ഡിക്രീസിങ് എന്താണ് എന്ത് പറയുന്നത്, മോണോട്ടോൺ സബ്സീക്വൻസ് പറയുന്നത്, സബ്സീക്വൻസ് തിയറം പറയുന്നത്. അപ്പം ഞാൻ എഴുതാം, ബൈ മോണോട്ടോൺ subsequence theorem. By monotone subsequence theorem എന്ത് പറയാം, ഈ സീക്വൻസ് എക്സ് എന്തുണ്ടാവും, ഹാസ് എ കൺവെർജന്റ് സബ്സീക്വൻസ് ഉണ്ടാവും. മനസ്സിലായോ? ബൈ മോണോട്ടോൺ സബ്സീക്വൻസ് തിയറി ഏതൊരു സീക്വൻസിനും ഒരു കൺവെർജന്റ് സബ്സീക്വൻസ് ഏതൊരു സീക്വൻസ് എടുത്താലും അതിന് എന്താണ്, മോണോട്ടോൺ സബ്സീക്വൻസ് ഉണ്ടാവും, ഹാസ് എ മോണോട്ടോണിക് സബ്സീക്വൻസ്. അപ്പോൾ ഞാൻ എടുക്കാം ഒരു സബ്സീക്വൻസ്, നമുക്ക് എടുക്കാം, ലെറ്റ് എക്സ് ഡാഷ് ഈക്വൽ ടു സീക്വൻസ് എക്സ് എൻ കെ ബി എ സബ്സീക്വൻസ് ഓഫ് എക്സ്. എക്സ് എൻ കെ ആണ് സീക്വൻസ് എക്സ് എന്നിൻ്റെ സബ്സീക്വൻസ് എന്ന് എടുക്കുകയാണെങ്കിൽ എന്ത് പറയാം നമുക്ക്, ഈ സീക്വൻസ് മോണോട്ടോൺ ആയിരിക്കും എന്ന് നമുക്ക് ദെൻ ബൈ മോണോട്ടോൺ സബ്സീക്വൻസ് തിയറം വെച്ചിട്ട് MST എന്ന് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം, ഇതിന് എന്താണ്, ഈ സബ്സീക്വൻസ് മോണോട്ടോൺ ആയിരിക്കും എന്ന് നമുക്ക് പറയാം. എക്സ് ഡാഷ് ഈസ് മോണോട്ടോൺ എന്ന് പറയാം അല്ലേ, മോണോട്ടോൺ. ഇനി സീക്വൻസ് എക്സ് എൻ എന്ന് പറയുന്നത് എക്സ് എന്ന് പറയുന്നത് സീക്വൻസ് എക്സ് എൻ ആണ് അല്ലേ. സിൻസ് ആ എക്സിൻ്റെ സ്വഭാവമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് എക്സ് ഈക്വൽ ടു സീക്വൻസ് എക്സ് എൻ
ഒരു ബൗണ്ടഡ് സീക്വൻസ് ആണ് എന്നാണ് പറഞ്ഞു തന്നിട്ടുള്ളത് അല്ലേ. ഈസ് എക്സ് ഈക്വൽ ടു സീക്വൻസ് എക്സ് എൻ ഈസ് എ ബൗണ്ടഡ് സീക്വൻസ് ആണ്. ഒറിജിനൽ സീക്വൻസ് ബൗണ്ടഡ് ആണെങ്കിൽ അതിലുള്ള സബ്സീക്വൻസ് എല്ലാം ബൗണ്ടഡ് ആയിരിക്കും. Therefore, a very subsequence of x is bounded. മനസ്സിലായോ? എക്സ് ഈക്വൽ സീക്വൻസ് എക്സ് എൻ ബൗണ്ടഡ് ആയതുകൊണ്ട് സബ്സീക്വൻസ് എല്ലാം ബൗണ്ടഡ് ആയിരിക്കും. Therefore നമുക്ക് പറയാം എക്സ് ഡാഷും സീക്വൻസ് എക്സ് എൻ കെ ഈസ് ബൗണ്ടഡ്. മനസ്സിലായോ? അത് സബ്സീക്വൻസ് ആയതുകൊണ്ട് ഒറിജിനൽ സീക്വൻസ് ബൗണ്ടഡ് ആണെങ്കിൽ സബ്സീക്വൻസ് എല്ലാം ബൗണ്ടഡ് ആയിരിക്കും. അപ്പം ഈ എക്സ് എൻ കെയുടെ പ്രത്യേകത എന്താണ്? ഇപ്പൊ നമുക്ക് എന്തൊക്കെ കിട്ടിയത്? Therefore we get x dash equal to sequence x and k is a bounded ആണ് and monotone ആണ്. മോണോട്ടോൺ സീക്വൻസ് അല്ലേ? ബൗണ്ടഡും ആണ് മോണോട്ടോൺ ആണ്. അപ്പം അതായത് മനസ്സിലായില്ലോ. അപ്പം എന്താണ്, ഏതൊരു സീക്വൻസിനും മോണോട്ടോൺ സബ് സീക്വൻസ് ഉണ്ടായിരിക്കും എന്നുള്ള ആ ഫാക്റ്റ് എടുത്തിട്ട് എക്സ് ഡാഷ് എന്ന് പറയുന്ന മോണോട്ടോൺ ആണ്. ഒറിജിനൽ സീക്വൻസ് ബൗണ്ടഡ് ആയെങ്കിൽ സബ് സീക്വൻസും ബൗണ്ടഡ് ആയിരിക്കും എന്നുള്ളതിൽ അത് ബൗണ്ടഡും ആണ്. അപ്പം എന്താണ്, ബൗണ്ടഡ് മോണോട്ടോൺ സീക്വൻസ് ആണ് എക്സ് എൻ കെ എന്ന് പറയാം. അപ്പം നമുക്ക് എന്ത് പറയാം? ബൗണ്ടഡ് മോണോട്ടോൺ സീക്വൻസ് ആണെങ്കിൽ മോണോട്ടോൺ കൺവെർജൻസ് തിയറം വെച്ചിട്ട് therefore by മോണോട്ടോൺ കൺവെർജൻസ് തിയറം അങ്ങനെയാണെങ്കിൽ മോണോട്ടോൺ കൺവെർജൻസ് തിയറം വെച്ചിട്ട് എന്താണ് മോണോട്ടോൺ കൺവെർജൻസ് തിയറം? എ മോണോട്ടോൺ സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ഈസ് കൺവെർജന്റ് if and only if it is bounded. A monotone sequence of real numbers is convergent if and only if it is bounded. അപ്പോൾ ഇവിടെ ബൗണ്ടഡും ആണ് മോണോട്ടോണും ആണ്. ബൗണ്ടഡും ആണ് മോണോട്ടോണും ആയതുകൊണ്ട് അതെന്തായിരിക്കും? കൺവെർജന്റ് ആയിരിക്കും അല്ലേ? ബൈ മോണോട്ടോൺ കൺവെർജൻസ് തിയറം എന്തു പറയും? പറയാം ബൗണ്ടഡ് monotone ആണ് here. Bounded monotone which implies that അത് ഇംപ്ലൈ ചെയ്യുന്നത് എന്താണ്? ഇവിടെ അത് ഇംപ്ലൈ ചെയ്യുന്നത് എന്താണ്? അത് ഈ സീക്വൻസ് കൺവെർജന്റ് ആയിരിക്കും. ബൈ മോണോട്ടോൺ കൺവെർജൻസ് തിയറം വിച്ച് ഇംപ്ലൈസ് ദാറ്റ് ബൗണ്ടഡ് മോണോട്ടോൺ ആണ് ഇവിടെ, ഇംപ്ലൈസ് ദാറ്റ് സീക്വൻസ് എക്സ് എൻ കെ ഈസ് സീക്വൻസ് എക്സ് എൻ കെ എന്ന് എഴുതാം കേട്ടോ. Here sequence x and k is bounded and monotone which implies that sequence x and k is convergent ആയിരിക്കും. അപ്പോൾ എന്താ കിട്ടിയത് നമുക്ക്? ഈ സീക്വൻസ് എക്സ് എൻ കെ ബൗണ്ടഡ് ആണ്, ബൗണ്ടഡ് സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ്. അപ്പോൾ സീക്വൻസ് എക്സ് എൻ കെ എന്താണ് നമുക്ക് കിട്ടി? ഒരു സീക്വൻസ് എക്സ് എൻ കെക്ക് ഒരു സബ് സീക്വൻസ് ഉണ്ടാവുമെന്ന് കിട്ടി നമുക്ക്. ആ സബ്സീക്വൻസ് കൺവെർജന്റ് ആണെന്ന് കിട്ടി. അപ്പം എന്താ കിട്ടിയത് നമുക്ക്? therefore bounded sequence x equal to sequence xn has a convergent subsequence sequence xn k അല്ലേ? എക്സ് എന്ന് പറഞ്ഞാൽ സീക്വൻസ് എക്സ് എൻ ബൗണ്ടഡ് ആണെന്ന് മാത്രമേ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനിപ്പോൾ എന്ത് കിട്ടി നമുക്ക്? എക്സ് എൻ കെ എന്ന് പറഞ്ഞ ഒരു ബൗണ്ടഡ് സീക്വൻസ് ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് മോണോട്ടോൺ കൺവെർജൻസ് തിയറം വെച്ചിട്ട് അത് കൺവെർജന്റ് ആയിരിക്കും. മനസ്സിലായോ? ഇവിടെ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന മോണോട്ടോൺ കൺവെർജൻസ് തിയറാണ്. അതായത് monotone sequence of real numbers is convergent if and only if it is bounded. Here monotone and bounded sequence ആണ് സീക്വൻസ് എക്സ് എൻ കെ എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്ത് പറയാം? അത് കൺവെർജന്റ് ആയിരിക്കും. അപ്പം എന്താ നമുക്ക് കിട്ടിയ? പിന്നെ ബൗണ്ടഡും ആണ് സീക്വൻസ് എക്സ് എൻ കെ ആൻഡ് ഇറ്റ് ഈസ് കൺവെർജന്റ്. അപ്പോൾ ബൗണ്ടഡ് സീക്വൻസ് എക്സ് ഈക്വൽ ടു സീക്വൻസ് എക്സ് എൻ ഹാസ് എ കൺവെർജന്റ് സബ് സീക്വൻസ് എന്ന് കിട്ടി. ഇതാണ് ഒന്നാമത്തെ പ്രൂഫ്. ഒരു പ്രൂഫും കൂടെ ഉണ്ട് ഇതിന്. ഞാനത് എഴുതാം ഒന്നുകൂടെ. ഇതിൻ്റെ സെക്കൻഡ് പ്രൂഫ് എഴുതാം കേട്ടോ. another proof, second proof. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രൂഫ് പഠിക്കുക. ഫസ്റ്റ് പ്രൂഫ് പഠിച്ചാലും മതി, അതാണ് കുറച്ചുകൂടെ ഈസി.
ഞാൻ ഒന്നുകൂടെ തിയറം ഒന്നുകൂടെ എഴുതാം. എ ബൗണ്ടഡ് സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് has a convergent subsequence. A bounded sequence of real numbers has a convergent subsequence. Proof എഴുതാം. അതിന് ആദ്യമായിട്ട് നമ്മൾ എടുക്കുക, നമുക്ക് സീക്വൻസ് എടുക്കുക, ഒറിജിനൽ സീക്വൻസ് എക്സ് എടുക്കുക. ഇതാണ് ആ സീക്വൻസ് എന്ന് വിചാരിക്കുക. ഇതാണ് ബി എ ബൗണ്ടഡ് സീക്വൻസ്. ബൗണ്ടഡ് സീക്വൻസ് ഓഫ് എന്താണ് റിയൽ നമ്പേഴ്സ്. നമുക്ക് പ്രൂവ് ചെയ്യണത് ഇതിന് കൺവെർജൻറ്റ് സബ്സീക്വൻസ് ഉണ്ടായിരിക്കുമെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യണത്. അപ്പം ബൗണ്ടഡ് ആയതുകൊണ്ട് അതിന് ഒരു ബൗണ്ടഡ് റേഞ്ച് ബൗണ്ടഡ് ആയിരിക്കും. ബൗണ്ടഡ് സബ്സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആയിരിക്കും. അപ്പം എഴുതാം, സിൻസ് സീക്വൻസ് എക്സ് എൻ ഈസ് ബൗണ്ടഡ്, എന്ത് പറയാം, ഇറ്റ്സ് റേഞ്ച് സെറ്റ് എക്സ് എൻ സച്ച് ദാറ്റ് എൻ ബിലോങ്സ് ടു എൻ ഈസ് bounded subset of real numbers. Sequence bounded ആണെങ്കിൽ അതിൻ്റെ റേഞ്ച് സെറ്റ് ബൗണ്ടഡ് ആയിരിക്കും. ബൗണ്ടഡ് സബ്സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. ബൗണ്ടഡ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, അതിലത്തെ എലിമെന്റ്സ് എല്ലാം ഏതെയോ രണ്ട് എലിമെന്റ്സിന്റെ ഇടയിലായിരിക്കും കിടക്കുക, ആ സീക്വൻസിലെ എലിമെന്റ്സ് എല്ലാം എന്ന് പറയാം. അതായത് therefore these elements belongs to an interval AB. Interval AB. I1 is equal to closed interval AB. മനസ്സിലായോ? അപ്പോൾ ഈ എലിമെന്റ്സ് ഈ ഇന്റർവെല്ലിന്റെ ഉള്ളിൽ കിടക്കും, കണ്ടെയ്ൻ ഇൻ ആൻ ഇന്റർവെൽ. അപ്പോൾ നമുക്ക് എടുക്കാം, ഇവിടെ നമുക്ക് I1 ഈക്വൽ ടു എ ബി എന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ എക്സ് എന്ന് പറഞ്ഞ എലിമെന്റ്സ് എ ബിയുടെ ഉള്ളിലായിരിക്കും കിടക്കുക, അല്ലേ? എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു അതാണ് ഉദ്ദേശിക്കുന്നത്. എ ലെസ് ദാൻ ഓർ ഈക്വൽ എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആയിരിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഇവിടെ നമ്മൾ ഹിയർ N1 ഈക്വൽ ടു 1 ആണ്, ഒരു ഇന്റർവെല്ലേ ഉള്ളൂ. ഇനി നമ്മൾ കുറച്ചുകൂടെ ഈ എക്സ് എന്ന് പറയുന്നത് കൂടുതൽ എങ്ങനെ ഏതിനുള്ളിലോട്ടാണ് കൂടുതൽ ആ ഇന്റർവെല്ലിൽ കുറച്ച് കൊണ്ടുവരാം നമുക്ക്. അപ്പം അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചാൽ വി നൗ ബൈസെക്ട് എന്ന് വെച്ചാൽ നമ്മൾ പകുതിയാക്കുക. ബൈസെക്ട് I1 into 2 equal sub-intervals. രണ്ടെണ്ണാക്കുക, I1 dash and I1 2 dash. മനസ്സിലായോ? രണ്ട് ഇന്റർവെല്ലാക്കി മാറ്റണം. ആൻഡ് ഡിവൈഡ് set of all n belongs to n such that n greater than n1, n greater than 1, n1 equal to 1 into 2 parts. മനസ്സിലായോ? ഈ I1 എന്ന് പറഞ്ഞ ഇന്റർവെല്ലിനെ രണ്ട് ഈക്വൽ ഇന്റർവെൽസ് ആക്കി മാറ്റുക. അപ്പോൾ ഇവിടെയും ഇതൊരു ഇന്റർവെൽ, ഇതൊരു ഇന്റർവെൽ. അപ്പോൾ ഇതൊരു I1 ഡാഷും മറ്റേത് I1 2 ഡാഷും ആക്കി മാറ്റുക. ആൻഡ് ഡിവൈഡ് n belongs to n such that n greater than 1 into 2 parts. മനസ്സിലായോ? അതായത് നമ്മൾ എങ്ങനെയാക്കുന്നതെന്ന് വെച്ചാൽ A1 എന്ന് പറയണതിനെ എങ്ങനെ എടുക്കണം എന്ന് വെച്ചാൽ സെറ്റ് ഓഫ് ഓൾ n ബിലോങ്സ് ടു n. എങ്ങനത്തെ നാച്ചുറൽ നമ്പേഴ്സ് ആയിരിക്കണം? n ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കണം. n ഗ്രേറ്റർ ദാൻ n1 such that n greater than n1 and xn belongs to I1 dash. So n greater than n1 such that A1 എന്ന് പറയുന്ന set of all n belongs to n such that
n greater than n1 n greater than 1 ആണെന്ന് വിചാരിക്കാം 1 ആക്കുക such that xn belongs to i1 dash. അപ്പോൾ x1 i1 ഡാഷിലാണ് വെച്ചാൽ അത് a1 എടുക്കാം. മനസ്സിലായോ? എന്നിട്ട് b1 എങ്ങനെ എടുക്കണം എന്ന് വെച്ചാൽ set of all n belongs to n such that n greater than n1 and xn എന്ന് പറഞ്ഞ പോയിന്റ് i1 2 ഡാഷിലാണ് കിടക്കുന്നത് വെച്ചാൽ ഇങ്ങനെ എടുക്കാം. അപ്പോൾ മനസ്സിലായി. അപ്പോൾ ഒന്നിൽ കൂടുതൽ ഇന്റർവെൽസ് ആക്കി നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ കൂടുതലാക്കി ഡിവൈഡ് ചെയ്യുമ്പോൾ a1 എന്ന് പറഞ്ഞ സെറ്റ് a2 എന്ന് പറഞ്ഞ സെറ്റ് എടുക്കുക. a1 equal to set of all n belongs to n such that n greater than n1 and xn belongs to i1 dash. x1 i1 ഡാഷിലാണെങ്കിൽ a1ഉം x2 i2 ഡാഷിലാണെങ്കിൽ b1ഉം എടുക്കുക. എന്നിട്ട് എന്തായിരുന്നെന്ന് വെച്ചാൽ if a1 is infinite a1 ഇൻഫൈനൈറ്റ് ആണെങ്കിൽ നമ്മൾ അടുത്ത ഇൻ്റർവെലിനെ വി ടേക്ക് നെക്സ്റ്റ് ഇൻ്റർവെലിനെ i2നെ എന്തെടുക്കണം എന്ന് വെച്ചാൽ i2 ഈക്വൽ ടു i1 ഡാഷ് എടുക്കുക. ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള ഇൻ്റർവെൽ എടുക്കുക. വി ടേക്ക് i2 ഈക്വൽ ടു i1 ഡാഷ് ആൻഡ് n2 ബി ദ സ്മോളസ്റ്റ് natural number in a1 എടുക്കുക. n2 be the ഇവിടെ n1 കഴിഞ്ഞിട്ട് തൊട്ടടുത്ത നമ്പർ n2 ആണെന്ന് എടുക്കുക. n2 be the smallest natural number in a1. Such natural number exists by ordering property of n. മനസ്സിലായോ? നാച്ചുറൽ നമ്പേഴ്സിൻ്റെ വെൽ ഓർഡറിങ് പ്രോപ്പർട്ടി വെച്ചിട്ട് ഇങ്ങനെയുള്ള എന്താ സ്മോളസ്റ്റ് നമ്പർ എക്സിസ്റ്റ് ചെയ്യും. ഇനി നമ്മൾ ഇഫ് a1 ഈസ് ഫൈനൈറ്റ് ഇൻഫൈനൈറ്റ് ആകുമ്പോഴാണ് ഇങ്ങനെ എടുക്കേണ്ടത്. a1 ഈസ് ഫൈനൈറ്റ് ആകുമ്പോൾ then we take a1 ഇൻഫൈനൈറ്റ് ആകുമ്പോൾ then we take i2 equal to i1 2 dash and then b1 അങ്ങനെ ആവുമ്പോൾ എന്തായിരിക്കും? ഇൻഫൈനൈറ്റ് ആയിരിക്കും. ഇൻഫൈനൈറ്റ് then b1 is infinite and let n2 be the smallest natural number in b1 എടുക്കാം. മനസ്സിലായോ? അപ്പോൾ എന്താണ്? ഇത് സ്മോളസ്റ്റ് നാച്ചുറൽ നമ്പർ ഇൻ b1 എടുക്കാം. ഇനി എന്ത് ചെയ്യണം? ഇതേപോലെ തന്നെ വീണ്ടും നമുക്ക് i2 ആണ് വന്നിരിക്കുന്നത്. i2നെ വീണ്ടും നമ്മൾ ഈക്വൽ സബ് ഇൻ്റർവെൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഈ i2ൻ്റെ ലെങ്ത് എന്തായിരിക്കും? പകുതിയാണ് ആക്കുന്നത്. അപ്പോൾ 0 1/2 അല്ലേ? 1/2 ആയിരിക്കും ലെങ്ത് എന്ന് വരിക. ഇനി now we bisect i2 into 2 equal subintervals. എങ്ങനെ എടുക്കണം? i2 dash and i2 2 dash and divide the set of indices set of all n belongs to n such that n greater than n2 into 2 parts. വീണ്ടും നമ്മളിതേ മുമ്പത്തെ അതേപോലെ തന്നെ a1 b1 ആക്കിയ പോലെ a2 b2 എന്നാക്കാൻ പോവുകയാണ്. എന്നിട്ട് വീണ്ടും i3 എടുക്കുക. ഇതേപോലെ നേരത്തെ ചെയ്ത പോലെ പ്രൊസീഡ് ചെയ്യാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ a2 എങ്ങനെ എടുക്കാം? a2 ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ n belongs to n such that n greater than n2 and xn belongs to i2 dash and b2 equal to set of all n belongs to n such that n greater than n2 and എന്ത് വേണം? xn belongs to i2 2 dash. അപ്പോൾ i2 ഡാഷിലോ i2 2 ഡാഷിലോ വരാം.
അപ്പം ഏതിലാണ് വരിക എന്നുള്ളതിനനുസരിച്ച് നമുക്ക് വീണ്ടും ചെയ്യാം. ഏതാണ് ഇൻഫൈനൈറ്റ് അതിലോട്ട് കൊണ്ടുപോവുക. മനസ്സിലായോ? ഇഫ് A2 is infinite, then I3 equal to, then I3 എങ്ങനെ എടുക്കണം? I3 equal to I2 dash. Take I3 equal to I2 dash എന്ന് എടുക്കുക. And N3 be the smallest number in A2 എന്ന് എടുക്കുക. ഇനി അതേപോലെ if A2 is finite, then I3 equal to I2 2 dash and N3 be the smallest number in B2. ഏത് രീതിയിൽ വേണമെങ്കിൽ എടുക്കാം. ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ we continue in this way to obtain a sequence of nested intervals. നെസ്റ്റഡ് ഇൻ്റർവെൽസ് എങ്ങനെ കിട്ടുക? വലിയ ഇൻ്റർവെല്ല് പിന്നെ വലിയ ഇൻ്റർവെൽ എന്ന് പറയുന്നത് പിന്നെ I1 ആയിരിക്കും. I1ൻ്റെ ഉള്ളിലായിരിക്കും I2 കിടക്കുക, അല്ലേ? I1 contains I2 contains etc. which contains IK which contains etc. ഇങ്ങനെ ആയിരിക്കും കിടക്കുക. അതേപോലെ തന്നെ നമുക്ക് എന്ത് കിട്ടും? and a subsequence sequence xnk of x such that xnk belongs to ik for k belongs to n. മനസ്സിലായി? ഇതേപോലെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമുക്ക് സബ്സീക്വൻസ് xnk of x കിട്ടും. അതെങ്ങനെയായിരിക്കും? അത് xnk belongs to ik for ചിലപ്പോൾ xnk എന്ന് പറയുന്നത് I2 കിടക്കില്ല, I3 കിടക്കില്ല. അങ്ങനെ വീണ്ടും നമ്മൾ ഇങ്ങനെ പിന്നെ ചെറുതാക്കി ഇൻ്റർവെല്ലിൽ കൊണ്ടുവരുമ്പോൾ IK കിടക്കും. ഫോർ ഓൾ k belongs to n എന്ന് വന്നു. മനസ്സിലായോ? അങ്ങനെ വരുമ്പോൾ ഇത് നെസ്റ്റഡ് ഇൻ്റർവെൽസ് ആണെന്ന് നമുക്ക് പറയാം, അല്ലേ? അപ്പം ഇനി ലെങ്ത് നോക്കുമ്പോൾ I1ൻ്റെ ലെങ്ത് എന്താണ്? I1ൻ്റെ ലെങ്ത് എന്താ വരിക? ലെങ്ത് B മൈനസ് A എന്ന് വരും. I2ൻ്റെ ലെങ്ത് എന്താ വരിക? ലെങ്ത് ഓഫ് I2 എന്ത് വരും? B മൈനസ് A ബൈ 2 വരും. ലെങ്ത് ഓഫ് I3 എന്ത് വരും? ഇതിൻ്റെ വീണ്ടും പകുതിയാണ്, അതായത് B മൈനസ് A ബൈ 2 സ്ക്വയർ എന്ന് വരും. ഓക്കെ, 2 സ്ക്വയർ എന്ന് വരും. B മൈനസ് A ബൈ 2 സ്ക്വയർ എന്ന് വരും. ലെങ്ത് ഓഫ് I4 എന്ത് വരും? ഇതിൻ്റെയും പകുതി, അപ്പോൾ B മൈനസ് A ബൈ 2 ക്യൂബ് എന്ന് വരും. ലെങ്ത് ഓഫ് I5 എന്ത് വരും? B മൈനസ് A ബൈ 2⁴ എന്ന് വരും. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ലെങ്ത് ഓഫ് IK എന്താ വരിക? B മൈനസ് A ബൈ, നോക്കൂ, 1 കുറയും, അല്ലേ ഇവിടെ? അപ്പം എന്ത് വരാം? 2⁻k - 1 എന്ന് വരും. മനസ്സിലായോ? അപ്പോൾ അത് എഴുതാം ഞാൻ. Since the length of IK is B minus A by 2⁻k - 1, ഇതെന്ന് പറയുന്നത് tends to 0 as n tends as n tends to infinity. അതായത് വളരെ വലിയ അങ്ങനെ എന്താണ് എണ്ണം കൂടുന്തോറും എന്ത് വരും? ഈ ലെങ്ത്ത് കുറഞ്ഞു വരും, അല്ലേ? ലെങ്ത്ത് ഭയങ്കരമായിട്ട് കുറഞ്ഞു വരും. ആസ് n tends to infinity എന്ന് വെച്ചാൽ ലെങ്ത്ത്, നമ്പർ ഓഫ് ഇൻ്റർവെൽസ് കൂടുന്തോറും എന്തുണ്ടാവുക? ആ ഇൻ്റർവെൽസിൻ്റെ ലെങ്ത്ത് കുറഞ്ഞു വരും. അപ്പം എന്ത് പറയാം? therefore we can use nested interval property. ഇൻ്റർവെൽസ് പ്രോപ്പർട്ടി വെച്ചിട്ട് എന്ത് പറയാം നമുക്ക്? ഇൻ്റർവെൽസ് പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് പറയാം ഒരു മിനിറ്റ് ഡൗട്ടുകളെ. നെസ്റ്റഡ് ഇൻ്റർവെൽസ് പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് പറയാം
എന്താണ് എല്ലാ ഇൻ്റർവെല്ലിലും കോമൺ ആയിട്ടൊരു പോയിന്റ് ഉണ്ടായിരിക്കുന്നു അല്ലേ? there is a property, there is a unique psi belongs to ik for all k belongs to n. മനസ്സിലായോ? ഏതൊരു പോയിന്റ് എല്ലാ ഇൻ്റർവെല്ലിലും കോമൺ ആയിട്ട് എങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത്? ഡിക്രീസിങ് സീക്വൻസ് ഓഫ് ഇൻ്റർവെൽസ് ഇങ്ങനെ I1 contains I2 which contains I3 അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഇന്റർസെക്ഷൻ ഓഫ് IK എന്ന് പറഞ്ഞിട്ട് ഒരു പോയിന്റ് ഉണ്ടായിരിക്കുന്നതാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് അല്ലേ? നെസ്റ്റഡ് ഇൻ്റർവെൽ പ്രോപ്പർട്ടീസിൽ. അപ്പോൾ there is a unique psi belongs to IK for all k belongs to NK. പിന്നെ നമുക്ക് ഈ XNKയും സൈയും എല്ലാം എന്തിലുള്ളതാണ്? IKയിലുള്ളതാണ് അല്ലേ? അപ്പോൾ എന്ത് പറയാം? സിൻസ് സീക്വൻസ് XNK and also psi both belong സീക്വൻസ് എടുക്കണമെന്നില്ല, ഈ XNK എന്ന് പറഞ്ഞ പോയിന്റ് എടുത്താലും മതി. സിൻസ് XNK and psi belong to IK for all k belongs to n. എല്ലാ kയ്ക്കും എന്തുണ്ടായിരിക്കും? ഈ XNK I1 ഉണ്ടാവും, I2 ഉണ്ടാവും. I1 ആകുമ്പോൾ X1 belongs to I1, മനസ്സിലായി? I2 ഉണ്ടാവും, അങ്ങനെ. അപ്പോൾ അതാണ് പറയുന്നത്. സിൻസ് XNK and psi both belong to IK for all k belongs to n, and length of IK is b minus a by 2 raised to k minus 1. നമുക്ക് എന്താ കിട്ടുക? we get modulus of XNK minus psi less than or equal to b minus a by 2 raised to k minus 1 ആയിരിക്കുമെന്ന് നമുക്ക് കിട്ടും. for all k belongs to n എന്ന് കിട്ടും. therefore എന്ത് പറയാം നമുക്ക്? ഇത് and b minus a by 2 raised to k minus 1 tends to 0 as n tends to infinity എന്നും പറഞ്ഞു. ഇത് tends to 0 ആണെന്ന് വെച്ചാൽ എന്ത് പറയാം? XNK converges to psi എന്ന് നമുക്ക് പറയാം. therefore it follows that sequence XNK ഏതിൻ്റെ സീക്വൻസ് ആണ്? ഓഫ് എക്സ്. എക്സിൻ്റെ സബ്സീക്വൻസ് ആണ് സീക്വൻസ് XNK എന്ന് പറയുന്നത്. ഓഫ് എക്സ് കൺവെർജസ് ടു psi എന്ന് നമുക്ക് പറയാം. ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറാണ്. അപ്പോൾ ഇതിൽ ഏത് പ്രൂഫ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രൂഫ് പഠിച്ചോളൂ. Bolzano-Weierstrass theorem for sequences, that is a bounded sequence of real numbers has a convergent subsequence. Okay, study well.